ത്രിയേക ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 13 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഏറ്റവും ശ്രദ്ധേയനും അതേസമയം ഏറ്റവും സങ്കീർണനുമായ വ്യക്തിയായ ശിംശോനെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവിക വിളിയുടെയും മാനുഷിക ബലഹീനതയുടെയും അസാധാരണ ശക്തിയുടെയും ആത്മീയ അസ്ഥിരതയുടെയും ഒരു വിചിത്ര സങ്കലനമാണ്. ഈ അധ്യായങ്ങൾ ഒരു ശക്തനായ മനുഷ്യൻ്റെ വീരകഥ മാത്രമല്ല, അപൂർണരായ ദാസന്മാരിലൂടെ പോലും തൻ്റെ ഉദ്ദേശം നിറവേറ്റുന്ന ദൈവത്തിൻ്റെ പരമാധികാര കൃപയുടെ വെളിപ്പെടുത്തലാണ്. ദൈവം കഴിവുള്ളവരെ ഉപയോഗിക്കുമെങ്കിലും പൂർണ്ണമായി തനിക്ക് സമർപ്പിക്കപ്പെട്ട ഹൃദയത്തെയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നതെന്ന് ഇവ നമ്മെ പഠിപ്പിക്കുന്നു. 13-ാം അധ്യായത്തിൽ ഇസ്രായേൽ വീണ്ടും പാപത്തിൽ വീണതിൻ്റെ ഫലമായി ഫെലിസ്ത്യർ 40 വർഷം അവരെ പീഡിപ്പിച്ചു. ശ്രദ്ധേയമായ കാര്യം, മുമ്പത്തെ പല സന്ദർഭങ്ങളിലെയും പോലെ ഈ പ്രാവശ്യം ജനങ്ങൾ യഹോവയോട് നിലവിളിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ദൈവം തൻ്റെ കരുണയിൽ സ്വയം മുൻകൈയെടുക്കുന്നു. സന്താനമില്ലാത്ത ഒരു സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവളൊരു മകനെ പ്രസവിക്കുമെന്നും അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ആരംഭിക്കുമെന്നുമാണ് അറിയിക്കുന്നത്. ശിംശോൻ്റെ ജനനം അത്ഭുതകരമായ ദൈവിക ഇടപെടലായിരുന്നു. അവൻ ജനനം മുതൽ നാസീർ വ്രതക്കാരനായി ദൈവത്തിന് വേർതിരിക്കപ്പെട്ടിരിക്കണം എന്ന് അമ്മയോട് നിർദ്ദേശിക്കപ്പെട്ടു. മുറിക്കപ്പെടാത്ത മുടി അവൻ്റെ സമർപ്പണത്തിൻ്റെ ബാഹ്യചിഹ്നമായിരുന്നു. എന്നാൽ അവൻ്റെ ശക്തിയുടെ യഥാർത്ഥ ഉറവിടം മുടിയല്ല, യഹോവയുടെ ആത്മാവായിരുന്നു. ശിംശോൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ വിടുതൽ മനുഷ്യൻ്റെ പരിശ്രമത്തിൽ നിന്നല്ല, ദൈവകൃപയിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നാണ്. അധ്യായത്തിൻ്റെ അവസാനത്തിൽ ശിംശോൻ വളരുകയും യഹോവ അവനെ അനുഗ്രഹിക്കുകയും യഹോവയുടെ ആത്മാവ് അവനെ പ്രേരിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. പൊതു ശുശ്രൂഷയ്ക്ക് മുമ്പേ ദൈവം തൻ്റെ ദാസന്മാരെ ഒരുക്കുന്നു. 14-ാമത്തെ അധ്യായത്തിൽ ശിംശോൻ യൗവനത്തിലെത്തുമ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു സംഘർഷം നാം കാണുന്നു. ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവനായിരുന്നിട്ടും അവനൊരു ഫെലിസ്ത്യ സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. മാതാപിതാക്കൾ അതിനെ ചോദ്യം ചെയ്തെങ്കിലും ഫെലിസ്ത്യർക്കെതിരായ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് ഇതും ഒരു അവസരമാകുമെന്ന് വചനത്തിൽ വ്യക്തമാക്കുന്നു. യാത്രാമധ്യേ യഹോവയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ ശിംശോൻ ഒരു യുവസിംഹത്തെ കൈകൊണ്ട് കീറിക്കളയുന്നു. പിന്നീട് അതിൻ്റെ ശവത്തിനുള്ളിൽ തേൻകൂട്ട് കണ്ട് തേൻ കഴിക്കുന്നു. ഇത് നാസീർ വ്രതത്തിൻ്റെ വിശുദ്ധതയെ ലംഘിക്കുന്ന പ്രവൃത്തിയായിരുന്നു. ചെറിയൊരു വിട്ടുവീഴ്ചയായി തോന്നുന്ന ഈ സംഭവം അവൻ്റെ ഉള്ളിലെ ആത്മീയ അശ്രദ്ധയെ വെളിപ്പെടുത്തുന്നു. വിവാഹ വിരുന്നിൽ ശിംശോൻ സിംഹത്തെയും തേനെയും അടിസ്ഥാനമാക്കി ഒരു കടങ്കഥ ചോദിക്കുന്നു. ഭാര്യ സമ്മർദ്ദത്തിനിരയായി ഉത്തരമറിഞ്ഞ് സ്വന്തം ജനത്തോട് പറയുമ്പോൾ ശിംശോൻ കോപാകുലനായി 30 ഫെലിസ്ത്യരെ കൊന്ന് അവരുടെ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് പന്തയം തീർക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ ദാസൻ്റെ സാക്ഷ്യം ആയിരിക്കേണ്ട ജീവിതം വഞ്ചനയുടെയും പ്രതികാരത്തിൻ്റെയും അക്രമത്തിൻ്റെയും ചക്രമായി മാറുന്നു. ആത്മീയ വരങ്ങൾ മാത്രം മതിയാകില്ല, അവയെ പിന്തുണയ്ക്കുന്ന വിശുദ്ധ സ്വഭാവവും ആവശ്യമാണ്. ആന്തരിക വിശുദ്ധിയില്ലാത്ത ബാഹ്യശക്തി ഒടുവിൽ നാശത്തിലേക്കാണ് നയിക്കുന്നത്. 15-ാമത്തെ അധ്യായത്തിൽ ശിംശോൻ്റെ ഭാര്യയെ മറ്റൊരാൾക്ക് കൊടുത്തുവെന്നറിഞ്ഞപ്പോൾ അവൻ കുറുക്കന്മാരുടെ വാലിൽ തീപ്പന്തം കെട്ടി ഫെലിസ്ത്യരുടെ ധാന്യപ്പാടങ്ങൾ കത്തിച്ചു കളയുന്നു. അതിന് പ്രതികാരമായി ഫെലിസ്ത്യർ അവൻ്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും കൊന്നുകളയുന്നു. ശിംശോൻ വീണ്ടും പ്രതികാരം ചെയ്യുന്നു. ഫെലിസ്ത്യരെ നേരിടേണ്ട യഹൂദാ ഗോത്രക്കാർ തന്നെയാണ് ശിംശോനെ കെട്ടിയിട്ട് അവർക്ക് കൈമാറുന്നത്. എന്നാൽ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വരുമ്പോൾ കയറുകൾ ഉരുകിപ്പോകുന്നു. ഒരു കഴുതയുടെ താടിയിൽ ഉപയോഗിച്ച് അവൻ 1000 ഫെലിസ്ത്യരെ സംഹരിക്കുന്നു. ഈ മഹാവിജയത്തിന് ശേഷം ശിംശോന് അത്യന്തം ദാഹമുണ്ടാകുന്നു. അപ്പോൾ അവൻ തൻ്റെ ആശ്രയത്വം തിരിച്ചറിഞ്ഞ് യഹോവയോട് നിലവിളിക്കുന്നു. ദൈവം അത്ഭുതകരമായി വെള്ളം നൽകി അവനെ ജീവിപ്പിക്കുന്നു. വിജയം നൽകുന്ന ദൈവം തന്നെയാണ് തൻ്റെ ദാസന്മാരെ നിലനിർത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ അധ്യായം ശിംശോൻ 20 വർഷം ഇസ്രായേലിനെ ന്യായം വിധിച്ചു എന്ന പ്രസ്താവനയോടെ അവസാനിക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ നിരവധി വീഴ്ചകളുണ്ടായിരുന്നെങ്കിലും ഫെലിസ്ത്യരുടെ ആധിപത്യം തകർക്കാൻ ദൈവം അവനെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. ഈ അധ്യായങ്ങൾ ഇന്നത്തെ വിശ്വാസികളോട് ശക്തമായി സംസാരിക്കുന്നു. വിളി ഉണ്ടായിരിക്കുന്നത് സ്വഭാവ പക്വത ഉണ്ടെന്നതിന് തുല്യമല്ല. ഒരാൾക്ക് അസാധാരണമായ ആത്മീയ വരങ്ങളും ശുശ്രൂഷ അവസരങ്ങളും ദൈവത്തിൻ്റെ ശക്തിയുടെ അനുഭവങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ വിശുദ്ധ ജീവിതമില്ലെങ്കിൽ ചെറിയ വിട്ടുവീഴ്ചകൾ പോലും വലിയ ആത്മീയ നഷ്ടത്തിലേക്ക് നയിക്കും.
സ്വന്തം ആഗ്രഹങ്ങളെ ദൈവഹിതത്തിന് മീതെ വയ്ക്കുന്നതിൻ്റെ അപകടവും ശിംശോൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. വലിയ വീഴ്ചകൾ സാധാരണയായി ചെറിയ അനുസരണക്കേടുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പാപം ഒരൊറ്റ ദിവസം കൊണ്ട് മനുഷ്യനെ തകർക്കുന്നില്ല, ക്രമേണ അവനെ ദുർബലനാക്കുന്നു. അതേസമയം ഈ അധ്യായങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയും വെളിപ്പെടുത്തുന്നു. തൻ്റെ ദാസന്മാർ അസ്ഥിരരായി കഴിയുമ്പോഴും ദൈവം തൻ്റെ നിയമത്തോട് വിശ്വസ്തനായി തുടരുന്നു. നമ്മുടെ ബലഹീനതകൾക്കിടയിലും ദൈവത്തിന് തൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ കഴിയും. എന്നാൽ അനുസരണക്കേട് കാരണം ദൈവം നമുക്കായി ഒരുക്കിയിരുന്ന അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത നമുക്ക് നഷ്ടപ്പെടാം. എല്ലാറ്റിനും ഉപരിയായി ശിംശോൻ നമ്മെ യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശിംശോൻ അപൂർണനായ ഒരു വിടുവിപ്പുകാരനായിരുന്നു. അവൻ്റെ വിജയങ്ങൾ താൽക്കാലികമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു പൂർണ്ണ അനുസരണയുള്ളവനും വിശുദ്ധനുമായ ശാശ്വത വീണ്ടെടുപ്പുകാരനാണ്. ശിംശോൻ പലപ്പോഴും വ്യക്തിപരമായ പ്രതികാരത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ യേശു തൻ്റെ ശത്രുക്കൾക്ക് പോലും രക്ഷ ലഭിക്കേണ്ടതിനായി തൻ്റെ ജീവൻ സ്വമേധയാ അർപ്പിച്ചു. അതിനാൽ നമ്മുടെ അന്തിമ പ്രത്യാശ മനുഷ്യരിലല്ല, പൂർണ്ണനായ രക്ഷകനായ ക്രിസ്തുവിലാണ്. ഞാൻ ദൈവത്തിൻ്റെ ദാനങ്ങളിലാണോ കൂടുതൽ ആശ്രയിക്കുന്നത്, അതോ ദാനങ്ങൾ നൽകുന്ന ദൈവത്തോടുള്ള വ്യക്തിപരമായ കൂട്ടായ്മയിലോ? എൻ്റെ ജീവിതത്തിൽ ചെറിയ വിട്ടുവീഴ്ചകളുണ്ടോ? അവ ഭാവിയിൽ എൻ്റെ ആത്മീയ ജീവിതത്തെ ദുർബലമാക്കുമോ? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.